blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. എവറി സൺഡേ ഫ്രം 7 o'clock യു ക്യാൻ വാച്ച് ദിസ് പ്രോഗ്രാം ഇൻ ദിസ് ചാനൽ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത 1-2 പേര് ഇപ്പോൾ തന്നെ വിളിച്ചു പറയുക, വാട്സപ്പ് സന്ദേശം അയക്കുക. ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഇന്നത്തെ സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. കൊച്ചിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അവർക്ക് പ്രധാനമായിട്ട് അവർക്ക് സോറിയാസിസിൽ നിന്ന് സൗഖ്യം ലഭിക്കണം. പിന്നെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആണ് അവരുടെ മറ്റൊരു പ്രശ്നം. അവരുടെ ഭർത്താവിന് ആൽക്കഹോളിക്സ് ആണ്, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ മുഴുവൻ കുടുംബത്തിലും, പ്രത്യേകിച്ച് അവരുടെ മകൻ്റെ കാര്യത്തിലും അതുപോലെ മരുമകളുടെ കാര്യത്തിലും രക്ഷയിലേക്ക് അവർ വരുവാൻ വേണ്ടിയിട്ട്, അതാണ് അവരുടെ പ്രാർത്ഥന ആവശ്യം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരിക്ക് സൊറായസിസിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹസ്ബൻഡിന് പൂർണ്ണമായ വിടുതൽ ആൽക്കഹോളിസത്തിൽ നിന്ന് കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരും യേശു കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കുവാൻ, പ്രത്യേകിച്ച് മകനും കുടുംബവും യേശുവിനെ അറിയുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സകലരും ചേർന്ന് ഇന്നത്തെ ഈ സ്പോൺസറെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൊടുപുഴ മാർച്ച് 10 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മൗര്യ ഗാർഡൻസ് ഓഡിറ്റോറിയം, ഇടുക്കി റോഡ്, ഒളമറ്റം, തൊടുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം മാർച്ച് 11 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. തടസ്സങ്ങളെ തകർക്കുക എന്നുള്ള ബ്രദർ ഡാമിന്റെ പുസ്തകത്തിൽ നിന്നാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നിങ്ങൾ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നേരെ നിന്നിട്ടൊക്കെ പ്രസംഗിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തോന്നി ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള ജനങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ട ചില കാര്യങ്ങൾ, അതും പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ചിലരുടെ കയ്യിൽ ഈ പുസ്തകം വാങ്ങിക്കാനോ കൊണ്ട് നടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിന്റെ 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനസ്സിലെ സംഘർഷങ്ങളെ, മനസ്സിലെ തടസ്സങ്ങളെ, ബ്രേക്കിംഗ് മെന്റൽ ബാരിയേഴ്സ്, മനസ്സിന്റെ തടസ്സങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. പൊതുവെ മനുഷ്യർക്കെല്ലാം തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നും ദൈവം നിങ്ങളെ വലിയ രീതിയിൽ കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് നടക്കാനൊന്നും സാധ്യമല്ല എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പല ആളുകളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു അനുഗ്രഹത്തിലേക്ക് ചെന്നെത്താതിരിക്കുന്നത് എന്നാണ് എനിക്ക്. 4th ചാപ്റ്ററിൽ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇതിനകം ഈ പുസ്തകം കിട്ടിക്കാണും. കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ സ്ക്രീൻ നമ്പറിൽ വിളിച്ച് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. 4th ചാപ്റ്ററിൽ ആദ്യമേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കോട്ട് പ്രകാശ് അയ്യരുടെ ഒരു കോട്ടാണ്. ജീവിതം എന്നത് മാനസിക തടസ്സങ്ങളെ തകർക്കുന്നതാണ്, അദൃശ്യമായ വേലിക്കെട്ടുകളെ ചാടിക്കടക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, our God is unlimited, he has no limits. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പരിമിതപ്പെട്ടു പോകും? ഉദാഹരണത്തിന് ഒരു വലിയൊരു അണക്കെട്ടുണ്ടെന്നിരിക്കട്ടെ. അണക്കെട്ടിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അതിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുക. പക്ഷെ അതിൻ്റെ ഷട്ടറുകൾ തുറന്ന് അതിൻ്റെ പെൻ സ്റ്റോക്കിലൂടെ വെള്ളം വരുമ്പോൾ ആ പെൻ സ്റ്റോക്കിൻ്റെ വായ്ഭാഗത്തൊരു ഫിൽറ്റർ ഘടിപ്പിച്ചതിനെ റെസ്ട്രിക്റ്റ് ചെയ്താൽ ഇത്രയും വെള്ളം സംഭരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് വരുന്നത് ഡ്രോപ്സ് ആയിരിക്കും. ഇതുപോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിന് പരിമിതി വെച്ച്, ദൈവത്തിന് പരിമിതിയില്ല, പക്ഷെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പരിമിതി വെച്ചാൽ അല്ലെങ്കിൽ മനസ്സിൽ ചില ഫിൽറ്ററുകൾ ഘടിപ്പിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മിലേക്ക് ദൈവത്തിൽ നിന്ന് വന്നിറങ്ങുന്ന ശക്തി അല്ലെങ്കിൽ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതിൻ്റെ പരിധി അതിഭയങ്കരമായി ലിമിറ്റഡ് ആയി.
ഇതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഇവിടെ വളരെ പവർഫുള്ളായ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ചേഞ്ച് യുവർ തിങ്കിങ്, ചേഞ്ച് യുവർ ലൈഫ്. ചിന്തകളെ മാറ്റുക, ജീവിതത്തെ മാറ്റുക. ഒത്തിരി പേർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈൽ മാറ്റിയതുകൊണ്ടോ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽ മാറ്റിയതുകൊണ്ടോ പുറത്ത് എന്ത് കാണിച്ചുകൊണ്ടോ ജീവിതത്തിലൊരു മാറ്റം വരാൻ പോകുന്നില്ല. ചിലരാണെങ്കിൽ ഭർത്താവിനെ മാറ്റിക്കൊണ്ടിരിക്കും, ഭാര്യയെ മാറ്റിക്കൊണ്ടിരിക്കും, വീടുകൾ മാറിക്കൊണ്ടിരിക്കും. ബട്ട് വി ഹാവ് ടു ചേഞ്ച് അവർ തിങ്കിങ് ഫസ്റ്റ്. വേണമെങ്കിൽ അതിനിങ്ങനെ പറയാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിൻ്റെ ഭാഗത്ത് എന്തൊക്കെ മാറ്റം വരുത്തിയിട്ട് കാര്യമില്ല, സോഫ്റ്റ്വെയർ മാറണം. സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈൻഡ്, നമ്മിലുള്ള സോഫ്റ്റ്വെയർ. അത് മാറുമെങ്കിൽ മാത്രമേ ചേഞ്ച് വരൂ. ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ സദൃശവാക്യങ്ങൾ 23:7 നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാക്യം കുറിച്ച് വയ്ക്കാം. നിങ്ങൾ ബൈബിളിൽ അതൊന്ന് നോക്കാം. തൻ്റെ ചിന്ത എങ്ങനെയോ അങ്ങനെയാകുന്ന അയാൾ. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്ന, ദാറ്റ് ഈസ് ഹിസ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഹിസ് ലൈഫ്, ദാറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് എവറിത്തിങ്. അപ്പം അതുകൊണ്ട് ചിന്തകളെ മാറ്റിയെങ്കിൽ മാത്രമേ, ഇവിടെ ഒരു ഇൻസൈറ്റ് കൊടുത്ത്, ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് മനസ്സിലെ ചിന്തകളെ മാറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിശാലത വരണം, ഒരു മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം കാണും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഒരു എക്സാമ്പിൾ ബൈബിളിൽ നിന്ന് പറയുവാണെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാമിനെ എല്ലാവർക്കും അറിയാം. അബ്രഹാമിൻ്റെ ലൈഫിൽ നമുക്കറിയാം, ഹി വാസ് സച്ച് എ ഗോഡ്ലി മാൻ. പക്ഷെ തൻ്റെ ലൈഫിൽ ഹി വാസ് വെരി റിച്ച് ഓൾസോ. തനിക്ക് ഒത്തിരി സെർവൻസ് ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു കുഞ്ഞില്ല. അപ്പോൾ ദൈവം അതിനൊരു മാറ്റം വരുത്താൻ ദൈവം ഓടി വന്നിട്ട്, അബ്രഹാമെ, ഞാൻ നിൻ്റെ കുഞ്ഞിനെ തരാൻ പോവുകയാണ്, ഇതല്ല പറയുന്നത്. പകരം ദൈവം ചെയ്തത്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കൂടാരത്തിൻ്റെ വെളിയിലേക്ക് വരിക. വെളിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ മുകളിലേക്ക് നോക്കുക. ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ഒത്തിരി നക്ഷത്രങ്ങളെ കണ്ടു. ദൈവം പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാം. അബ്രഹാം പല പ്രാവശ്യം ശ്രമിച്ചു, കൗണ്ട് തെറ്റി. അവസാനം അബ്രഹാം പറഞ്ഞു, ദിസ് ഈസ് ടു മെനി, ഐ കനോട്ട് കൗണ്ട്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ മക്കൾ ഇത്, ഒരു കുഞ്ഞു പോലും ഇല്ല. അപ്പോഴാണ് ദൈവം പറയുന്നത്, നിൻ്റെ മക്കൾ ഇതുപോലെ. ഉടൻ തന്നെ അബ്രഹാമിൻ്റെ മെൻ്റൽ പിക്ചർ മാറി. ഇത് മാറാൻ കാരണം ആ കൂടാരത്തിൻ്റെ വെളിയിൽ വന്നു. അതുവരെ ലിമിറ്റഡായി ഒതുങ്ങിയിരുന്ന തന്നെ ദൈവം പുറത്തിറക്കി വിശാലമായ ആകാശത്തേക്ക് നോക്കാൻ കൽപ്പിച്ചിട്ട് അവിടെയുള്ള നക്ഷത്രങ്ങളെ പോലെ എണ്ണമറ്റ മക്കളുണ്ടാകും. ഇതിന് ശേഷമാണ് അബ്രഹാമിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ ചിന്തകൾക്ക് മാറ്റം വരുത്തുമെങ്കിൽ, അല്ലെങ്കിൽ മെൻ്റൽ ബാരിയർ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വലിയ ഉന്നമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിശ്ചയമായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനെയും ദൈവം നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. എനിക്കൊരു സംശയമുണ്ട് ബ്രദറെ. അതായത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സാണ് നിങ്ങളുടെ യുദ്ധക്കളമെന്ന്. ഏറ്റവും വലിയ യുദ്ധക്കളം, യെസ്, ഏറ്റവും വലിയ യുദ്ധക്കളം നിങ്ങളുടെ മനസ്സാണ്. ബ്രദർ, സത്യത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമോ? അതിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു നമുക്കൊരു സോങ് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറാം. Not gonna live by what I see. I'm not gonna live by what I feel. Deep down I know that you're here with me, and I know that you can do anything. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible through you. Blind eyes are open, strongholds are broken. I am living by faith.
gonna live by what I see. Not gonna live by what I feel. Deep down I know that you're here with me. And I know that you can do anything. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible to you. Blind eyes are open, strongholds are broken. Living by faith, nothing's impossible. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. Through you I can do anything. I can do all things, 'cause it's you who gives me strength. Nothing's impossible through you. Blind eyes are open, strongholds are broken. I am living by faith. Nothing's impossible. I believe, I believe, I believe, I believe in you. I believe, I believe, I believe, I believe in you. ഇനി ക്ഷമ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ മനസ്സാണ് യുദ്ധകളം എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം ലോകമഹായുദ്ധങ്ങളോ അല്ലെങ്കിൽ സ്റ്റാർ വാർസ് നക്ഷത്ര യുദ്ധങ്ങളോ ഒന്നുമല്ല. ഏറ്റവും വലിയ ബാറ്റിൽ നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. കാരണം നമ്മുടെ മനസ്സിലാണ് ശരിയും തെറ്റും തമ്മിലുള്ള വാർ, നന്മയും തിന്മയും തമ്മിലുള്ള, അവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള, ഈ തീരുമാനമെടുക്കണോ ചോയ്സസ്, ഇതെല്ലാം ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അങ്ങനെ മനസ്സിൽ യുദ്ധം നടക്കുമ്പോൾ അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ശരിയായ ഒരു ബ്രേക്ക് ത്രൂ ലൈഫിലുണ്ടാകും. ഒത്തിരി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഭയങ്കരമായ കാര്യങ്ങളൊക്കെ സ്പിരിച്വലായി ചെയ്യുന്ന പലരുടെയും ലൈഫിൽ ചിലപ്പോൾ ഒരു വിടുതലിൽ, ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. അതിന് കാരണം ചിന്താമണ്ഡലത്തിൽ അവർക്കൊരു ജയം നേടാൻ കഴിയാത്തതുകൊണ്ട്. ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-5 വചനങ്ങൾ അതവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വായിക്കാമോ? പോരാട്ടത്തിനുള്ള ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകമല്ല, നേരെ മറിച്ച് കോട്ടകളെ തകർത്ത് കളയുവാൻ തക്ക ദിവ്യശക്തിയുള്ളവയാണ്. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നതിനനുസരിച്ച് ചില കോട്ടകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ചില സ്ട്രോങ് ഹോൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സ്ട്രോങ് ഹോൾസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ചില ശത്രു സൈന്യങ്ങൾ വന്നിട്ട് പാറകളിലും അങ്ങനെയുള്ള ചില ഗുഹകളിലും എന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്രമിച്ച് കീഴടക്കാൻ കഴിയാത്ത ചില ഒളി സങ്കേതങ്ങളിൽ അവരുടെ പട്ടാളക്കാർ പതിയിരിക്കും. അതിനെയാണ് സ്ട്രോങ് ഹോൾസ് അല്ലെങ്കിൽ ഒളി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളുടെ അകത്തും ഇതുപോലെ തന്നെ ചില തോട്ട് പാറ്റേൺസിൻ്റെ അകത്ത് സാത്താന് ചില ഒളി സങ്കേതങ്ങളായിരിക്കാൻ കഴിയും. തെറ്റായ ചില വിശ്വാസങ്ങൾ, നമ്മളെ ജീവിതത്തിൽ പല സ്ഥലങ്ങളിൽ കുരുക്കിക്കളയുന്ന ചില ചിന്താഗതികൾ,
അതിനെ ഓവർകം ചെയ്യുവാനുള്ള സ്പിരിച്വൽ വെപ്പൺസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ നമ്മൾ ധാരാളമായി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ ചിന്തകൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യാസമുള്ളത്? യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 8-9 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് നമ്മുടെ ഇതിനേക്കാൾ ആകാശം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ ഉയർന്നതാണ്. ആ ചിന്തകളാണ് ദൈവവചനത്തിലുള്ളത്. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഉയരാൻ തുടങ്ങും നമ്മുടെ മനസ്സിനകത്തേക്ക്. അങ്ങനെ നമ്മളെ പരിധികളെ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ കഴിയും. മറ്റൊരു വലിയ എക്സാമ്പിൾ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജീവിതത്തിലാണ്. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധം യേശുവാണ് ജയിച്ചത്. അത് ജയിച്ചത് ഒരു വലിയ ഏതെങ്കിലും ഒരു യുദ്ധകളത്തിലല്ല, അത് യേശു ജയിച്ചത് ഒരു തോട്ടത്തിലാണ്. ഇറ്റ് വാസ് ഇൻ എ ഗാർഡൻ, ഗെത്സമൻ തോട്ടത്തിൽ. അതിനൊരു കാരണമുണ്ട്. ഏറ്റവും ആദ്യത്തെ പരാജയം സംഭവിക്കുന്നത് ഒരു തോട്ടത്തിലാണ്, ദ ഗാർഡൻ ഓഫ് ഈഡൻ. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പരാജയപ്പെട്ടെങ്കിൽ മറ്റൊരു തോട്ടത്തിൽ വെച്ച് യേശു ജയിക്കാൻ ഗെത്സമൻ തോട്ടത്തിൽ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശുവിനെ ക്രൂശിക്കുന്നതിൻ്റെ തലേരാത്രി ശിഷ്യന്മാരും യേശുവും കൂടെ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനായിപ്പോയി. നമുക്ക് കഥ അറിയാം. ശിഷ്യന്മാരെല്ലാം ഉറങ്ങിക്കളഞ്ഞു, യേശു മാത്രം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അകത്ത് ഇതിന്ന് പിന്മാറുവാനുള്ള ഒരു ചിന്ത വരികയാണ്. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റും. കാരണം തൻ്റെ മരണം തനിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു. മരിക്കാൻ പോകുന്ന വിധം, തീവ്രമായ വേദനകൾ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആരും ഭയപ്പെട്ടു പോകും. അതുകൊണ്ട് യേശു അവിടെ ഭയങ്കരമായ ഒരു ബാറ്റിൽ യേശുവിൻ്റെ മനസ്സിൽ നടക്കുകയാണ്. പക്ഷേ യേശു അതിനെ ജയിച്ചു. എങ്ങനെ ജയിച്ചു? യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, എങ്കിലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതന്ന് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഇരിക്കില്ല, നിങ്ങളിത് കേൾക്കുകയില്ല. യേശുവാണ് ആ മെൻ്റൽ ബാരിയർ, ആ മനസ്സിൽ വന്ന യുദ്ധക്കളത്തിൽ ഒരു വലിയ ജയം നേടിയത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആത്യന്തികമായൊരു വിജയം യേശുവിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ചിന്തകൾ എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്, ആ മനസ്സിലെ ബാരിയർ ഓവർകം ചെയ്യാൻ തീർച്ചയായും ഈ പുസ്തകം നിങ്ങളെ ഗൈഡ് ചെയ്യും, നിങ്ങളെ കൈപിടിച്ച് നടത്തും. ഇതിൻ്റെ ഒരു കോപ്പി നിർബന്ധമായും എത്രയും വേഗം കരസ്ഥമാക്കിയാൽ മാത്രം പോരാ, നന്നായി പലയാവർത്തി അത് വായിച്ച് ജീവിതത്തിൽ മുന്നിലേക്ക് പോകുക. തീർന്നില്ല. കഴിഞ്ഞ ഹോളി സ്പിരിറ്റ് സിനഡിൽ വന്നു ചേർന്ന മറ്റൊരു വ്യക്തി ശോശാമ എന്നാണ് സഹോദരിയുടെ പേര്. അവരുടെ മകന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില അത്ഭുതങ്ങളും വിവരണങ്ങളും ഒക്കെയാണ് ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒന്നര വർഷമായിട്ട് തിരുവല്ല ബ്ലെസ്സിങ് സെൻറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റിയുടെ മകൻ്റെ പേര് ടിജു എന്നാണ്. മകൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. 3 വർഷമായിട്ട് അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചില പ്രശ്നങ്ങളായി. അവർ കുറേ പേരെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരുടെ മകൻ ഉൾപ്പെട്ടു. ഇവരുടെ മകനോട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് റിസൈൻ ചെയ്യാൻ പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അവരൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. അതിനുശേഷം നിങ്ങൾക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോണം. ഇതോടെ ഇവരാകെ വലിയ പ്രതിസന്ധിയിലായി, പ്രശ്നത്തിലായി. ഉടനെ ബ്ലെസ്സിങ് സെൻറ്ററിലെ ഇൻചാർജിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സാഹചര്യമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച ആ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ മകനെ ഒന്നുകിൽ ആ കമ്പനിയിൽ എടുക്കും, അത് സംഭവിച്ചില്ലെങ്കിൽ വേറെ കമ്പനിയിൽ ഇതിനേക്കാൾ മെച്ചമായ രീതിയിൽ ദൈവം അപ്പോയിന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വിശ്വാസത്താൽ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവരുടെ അകത്തും വിശ്വാസമായി. ഇവര് പ്രയർ ഡയറിക്കകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവര് പറയുന്നത് സെപ്റ്റംബർ 30-ാം തീയതിയാണ് അവർ ഡേറ്റ് കൊടുത്തത്. പക്ഷെ സെപ്റ്റംബർ 28-ാം തീയതി തന്നെ വേറൊരു കമ്പനിയിൽ ഇതിനേക്കാൾ ഉയർന്ന ശമ്പളത്തിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടെ താമസിക്കാനുള്ള സൗകര്യം എല്ലാം കൂടെ ബ്രദർ പറഞ്ഞ അതേപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലൊരു ജോലി ദൈവം കൊടുത്തു. ചില വഴികളിങ്ങ് അടയുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, ശമ്പളം വെട്ടിക്കുറക്കുമ്പോൾ ചിലരൊക്കെ അപ്പം തന്നെ കയറെടുത്ത് അങ്ങ് ചത്തുകളഞ്ഞേക്കാൻ കഴിയും.
പക്ഷേ അതിനു മുമ്പ് കർത്താവ് വേറെ ഒരു വഴി ഒരുക്കി വെച്ചിട്ടാണ് ഇത് അടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് കാണുന്നതിന് മുമ്പ് ചത്തു കളഞ്ഞാലോ? ചോദിച്ച ചോദ്യം ലോജിക്ക് മനസ്സിലായോ? ഒരു വഴി അടയുമ്പോൾ അതിനപ്പുറത്തെ കർത്താവ് വലിയ വേറൊരു വാതിൽ വഴി തുറന്നു വെച്ചിട്ടാണ് ഇത് അടക്കുന്നത്. ചിലപ്പോൾ നേരത്തെ, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ആരും പാറ്റഗുളി ഒന്നും കഴിക്കണ്ട. ഹലോ, അങ്ങനെ ആരും ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് തന്നെ പറഞ്ഞു. ഇവര് കുറച്ച് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇവരുടെ കടങ്ങൾ, ചില്ലറ കടങ്ങളായിട്ട് ആൻറ്റിക്ക് ഒരു 35,000 രൂപയുടെ കടം ഉണ്ടായിരുന്നു. അപ്പോൾ കടം ഉള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ തന്നെ ആൻറ്റിക്ക് ഒരു ആഗ്രഹം, എനിക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം. പക്ഷെ അവർ ആ ആഗ്രഹം വന്ന കാരണം അവർ ഹാർവെസ്റ്റ് TV-യിൽ ഒരു 10,000 രൂപ, അവർ പറയും വളരെ ഞെരുങ്ങിയാണെങ്കിലും അത് ചെയ്യാൻ അവർ തീരുമാനമുണ്ട്. പക്ഷെ ഇവരൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പണം വർഷങ്ങളായിട്ട് കിട്ടാതെ കിടക്കുമായിരുന്നു. ഓക്കെ. പക്ഷെ ഇവർ പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഈ സ്പോൺസർഷിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കിട്ടാതെ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം കിട്ടാൻ തുടങ്ങി. ഇവര് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് മാത്രം 2 ലക്ഷം രൂപയോളം അവരുടെ കയ്യിൽ വന്നു കയറും. 10 പോയുള്ളൂ, വന്നത് എത്രയാ? ഹല്ലേലൂയ. ഇവര് അതിനെ തുടർന്ന് ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്തത് അടുത്ത സ്പോൺസറിങ്ങിന് വേണ്ടിയുള്ള പൈസ ചെക്ക് കൊടുത്തിട്ടാണ് ഇവർ ഇപ്പോൾ നിൽക്കുന്നത്. ശരിയാണോ അമ്മ ഈ പറയുന്നത്? അടുത്തത് കൊണ്ട് കൊടുത്തു ഓന്റെ പേരിൽ കൈനീട്ടി ആ സഹോദരി അനുഗ്രഹിക്കും. കർത്താവേ, മോനെ അനുഗ്രഹിക്കുന്നു. ഇന്നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Prayer is so powerful because through prayer we are connecting ourselves with the Almighty God. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾക്ക് ഹൃദയം തുറന്ന് യേശു കർത്താവിനോട് ആവശ്യങ്ങൾ പറയാം. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഓരോ വ്യക്തിക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വിഷമങ്ങൾ സർവശക്തനായ സർവജ്ഞാനിയായ അങ്ങ് അറിയുന്നു. രോഗികളെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണമേ. ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കാലിൽ വലിയ നീര് വന്ന് ഇങ്ങനെ മന്ത് പോലെ വീർത്തിരിക്കുന്നൊരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. അസ്ഥികൾക്കകത്തുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ, പക്ഷേ കുഞ്ഞുങ്ങൾ ഇതുവരെയില്ല, വളരെ പ്രയാസത്തിലായിരിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവെ, ദാമ്പത്യ ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ ഒരു വിടുതൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ക്ലേശങ്ങളിൽ ആയിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിടുതൽ കൊടുക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഓരോ വിഷയത്തിലും കർത്താവ് കൊടുക്കുക. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകളെ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ യേശുവിനോട് പറയാം. കർത്താവെ, ഏത് വിഷയത്തിലും അങ്ങ് പൂർണ്ണമായ വിടുതൽ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം. God bless you. Bye-bye. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ, ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും, സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ, തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക. കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വില 200 രൂപ മാത്രം.
കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. തപാൽ മാർഗം പുസ്തകം ലഭിക്കേണ്ടവർ പോസ്റ്റേജിനായി 50 രൂപ അധികം ചേർത്ത് ചെക്കുകളായോ ഡ്രാഫ്റ്റുകളായോ മണി ഓർഡറുകളായോ ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ്, ഇടപ്പള്ളി PO, എറണാകുളം 682024 എന്ന മേൽവിലാസത്തിലേക്ക് അയയ്ക്കുക. ഓർഡർ ചെയ്യുമ്പോൾ മലയാളം കോപ്പികൾക്കായി #BK112 എന്നും ഇംഗ്ലീഷ് കോപ്പികൾക്കായി #BK113 എന്നും പ്രത്യേകം എഴുതുക. www.amazon.in എന്ന വെബ്സൈറ്റിലൂടെയോ www.blessingtodayshop.com എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം.